ഗ്രേഡിയൻ്റ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇലക്ട്രിക് കറണ്ട് എന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റെസിസ്റ്ററിനെ പറ്റിയിട്ടും റെസിസ്റ്റൻസിനെ പറ്റിയിട്ടും റിയോസ്റ്റാറ്റ് എന്താണെന്ന് വരെയുള്ള ഭാഗങ്ങൾ പഠിച്ചു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് പഠിക്കാനുള്ളത് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് അറേഞ്ച്മെൻറ്റ് ഓഫ് റെസിസ്റ്റേഴ്സ് സർക്യൂട്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്യുന്ന ഏതൊരു ഡിവൈസും നമ്മളൊരു സർക്യൂട്ടിൽ കണക്ട് ചെയ്യുന്ന ഏതൊരു ഡിവൈസും ആ സർക്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു റെസിസ്റ്റർ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. കാരണം നമ്മൾ ഇന്ന് പഠിക്കുന്ന ഭാഗം വെറുതെ നമ്മുടെ എക്സാമിന് മാത്രമായിട്ട് നമ്മൾ പഠിച്ചിട്ട് കാര്യമില്ല. നമ്മളിതൊന്ന് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മൾ വൈദ്യുതി ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ വീട്ടിൽ കറണ്ട് കണക്ഷനുണ്ട്, അല്ലേ, വയറിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിതൊന്ന് അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഒരു സർക്യൂട്ട് നമ്മൾ കൊടുക്കുന്ന ഏതൊരു ഡിവൈസും നമുക്ക് എന്തായിട്ട് കണക്കാക്കാം? ഒരു റെസിസ്റ്ററായിട്ട് കണക്കാക്കാം. അതായത് ഇപ്പോൾ നമ്മൾ ബൾബ് ആയിക്കോട്ടെ, ഫാൻ ആയിക്കോട്ടെ, ലൈറ്റ് ആയിക്കോട്ടെ, എന്ത് വേണോ ആയിക്കോട്ടെ, അത് ആ സർക്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അതൊരു റെസിസ്റ്ററാണ്. ഇനി ഇങ്ങനെ നമ്മളൊരു ഉപകരണത്തിന് നമ്മളൊരു സർക്യൂട്ടിൽ കൊടുക്കാൻ നമ്മുടെ കയ്യിൽ രണ്ട് മാർഗ്ഗങ്ങളേ ഉള്ളൂ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഞാൻ ഒരു ബൾബ് തന്നു. രണ്ട് ബൾബ് തന്നു. ഈ ബൾബിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, വയറുണ്ട്, ബാറ്ററി ഉണ്ട്, ഇത് വെച്ചിട്ടൊരു സർക്യൂട്ട് ഉണ്ടാക്കാൻ പറഞ്ഞാൽ നിങ്ങളെക്കൊണ്ട് രണ്ട് തരം സർക്യൂട്ട് ഉണ്ടാക്കാനേ പറ്റുള്ളൂ. ഒന്നാമത്തെ സർക്യൂട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ പറയുന്ന ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ എടുക്കും, അതിൽ നിന്ന് ഒരു വയർ എടുക്കും, അതിൽ ആദ്യം ഒരു ബൾബിനെ കണക്ട് ചെയ്യുന്നു, അതിനുശേഷം അതേ വയർ വലിച്ചിട്ട് എന്ത് ചെയ്യുന്നു? രണ്ടാമത്തെ ബൾബിനെ കണക്ട് ചെയ്യുന്നു, തിരിച്ച് എന്ത് ചെയ്യുന്നു? കൊണ്ടുവന്ന് നെഗറ്റീവ് കൊടുക്കുന്നു, സ്വിച്ച് ഓൺ ചെയ്യുന്നു, ലൈറ്റ് കത്തുന്നു. ഇത് ഒന്നാമത്തെ ടൈപ്പ് ഓഫ് കണക്ഷൻ. രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ബാറ്ററി എടുക്കുന്നു, അതിൽ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനലുണ്ട്, വയർ എടുക്കുന്നു, എന്നിട്ട് ഈ വയറിനെ ഒരു പോയിന്റ് കൊണ്ടുവന്നിട്ട് നിങ്ങൾ അതിനെ രണ്ടായിട്ട് എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്യും. എന്നിട്ട് ഈ ആദ്യത്തെ ഭാഗത്ത് നമ്മൾ ഒരു ബൾബിനെ കണക്ട് ചെയ്യുന്നു, രണ്ടാമത്തേൽ നമ്മൾ മറ്റൊരു ബൾബിനെ കണക്ട് ചെയ്യുന്നു, എന്നിട്ട് ഇത് രണ്ടിനെയും കൂടെ കൊണ്ടുവന്ന് മറ്റൊരു പോയിന്റ് നമ്മൾ ജോയിൻ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ഇവിടുന്ന് കണക്ഷൻ എടുത്തിട്ട് തിരിച്ച് നെഗറ്റീവ് കൊണ്ടുവന്ന് കൊടുക്കും. ഇത് ഓൺ ചെയ്താലും രണ്ട് ബൾബ് എന്ത് ചെയ്യും? കത്തും. പക്ഷേ ഈ ബൾബ് കത്തുന്നതിലൊരു ചെറിയ വ്യത്യാസം ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. ഈ ബൾബ് കത്തുന്ന പ്രകാശത്തിൻ്റെ അളവിലൊരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആദ്യം കണക്ട് ചെയ്യുന്ന രീതിയിൽ ആദ്യത്തെ ബൾബ് നന്നായിട്ട് കത്തുകയും രണ്ടാമത്തെ ബൾബ് മങ്ങി കത്തുകയും ചെയ്യും. രണ്ടാമത്തെ കണക്ഷൻ നോക്കുമ്പോൾ രണ്ട് ബൾബും കത്തുന്നത് എന്തായിരിക്കും? ഒരേ ബ്രൈറ്റ്നസ്സിൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്തോ ഒരു വ്യത്യാസം വരുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ആദ്യം കാണിക്കുന്ന കണക്ഷൻ രീതിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സീരീസ് കണക്ഷൻ എന്ന് വിളിക്കുന്നത്. രണ്ടാമത് കണക്ട് ചെയ്യുന്ന രീതിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പാരലൽ കണക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ രണ്ട് രീതിയിലാണ് നമുക്ക് മൊത്തത്തിൽ കണക്ഷൻ ചെയ്യാൻ പറ്റുന്നത്. ഒന്നാമത്തേത് സീരീസ് കണക്ഷൻ, അതായത് ഒന്നിന് പുറകെ ഒന്നായിട്ട് കൊടുക്കുന്നു. രണ്ടാമത്തെ പാരലൽ കണക്ഷൻ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നു. അതിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആരെ പറ്റിയിട്ടാണ്? സീരീസ് കണക്ഷനെ പറ്റിയിട്ടാണ്. നമ്മൾ ആരെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്? സീരീസ് കണക്ഷനെ പറ്റിയാണ്. അപ്പോൾ എന്താണ് സീരീസ് കണക്ഷൻ്റെ പ്രത്യേകത? നോക്കിയേ, ഇങ്ങനെ നമ്മളൊരു ബാറ്ററിയിൽ നിന്നും ഒരു ബൾബിനെ കണക്ട് ചെയ്തു, മറ്റൊരു ബൾബിനെ കണക്ട് ചെയ്തു, അവരെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു സ്വിച്ച് കൊടുത്ത് കണക്ട് ചെയ്യുന്ന രീതിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സീരീസ് കണക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ ഇത് നിങ്ങൾ ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ്. സംഭവമൊന്നുമില്ല. നിങ്ങളിങ്ങനെ രണ്ട് ബൾബിനെ കൊടുത്തേക്കുന്നു, ഇങ്ങനെ രണ്ട് ബൾബിന് 3 വാട്ട് പവറും 3 വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഡിഫറൻസും വേണം. നിങ്ങളുടെ കയ്യിൽ ഒരു 3 വോൾട്ട് ബാറ്ററിയാണ് ഉള്ളത്. നിങ്ങളിത് രണ്ടും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന സർക്യൂട്ടുകളിൽ ലൈറ്റ് കത്തുന്നതിൽ എന്തുണ്ടാവും? വ്യത്യാസം ഉണ്ടാകും. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം തന്നെയാണ് അവിടെ കൊടുത്തേക്കുന്നത്. ഇനി സീരീസ് കണക്ഷനിലോട്ട് നമുക്ക് വരാം. എന്താണ് സീരീസ് കണക്ഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ നോക്കിക്കോളണേ. നിങ്ങൾക്കറിയാമല്ലോ എന്താണ് ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പറഞ്ഞേ, ഒരു കണ്ടക്ടറിൽ ഒരു സമയത്തിൽ ഒരു യൂണിറ്റ് ടൈമിൽ ഫ്ലോ ചെയ്യുന്ന ചാർജുകളുടെ അളവാണ് ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ട്. എന്താണ് പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് ഒരു ചാർജിനെ നമുക്ക് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ബാറ്ററി ചെയ്യുന്ന വർക്കാണ് എന്തെന്ന് പറയുന്നത്? പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത്. ഇപ്പോൾ എന്തിനാണ് പറഞ്ഞതെന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഇവിടെ ആവശ്യമായിട്ട് വരും. നോക്കിക്കോ. അപ്പോൾ സീരീസ് കണക്ഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്ത് ചെയ്യും? റെസിസ്റ്റേഴ്സിന് നമ്മൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ നോക്ക്, നിങ്ങളൊരു ലോജിക്ക് ഒന്ന് ആലോചിച്ച് നോക്കണേ. ഒരു ചാർജ് ഉണ്ട് Q. ഈ ചാർജ് ഇങ്ങനെ വയറിൽ കൂടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും എന്തേ ഒരു റെസിസ്റ്റൻസ് അതിൻ്റെ മുമ്പിലേക്ക് വന്നു. അപ്പോൾ നമുക്കറിയാമല്ലോ റെസിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതൊരു തടസ്സമാണ്.
അപ്പോൾ തടസ്സത്തിനെ നമുക്ക് ഓവർകം ചെയ്യണമെങ്കിൽ അവിടെ എന്ത് ചെയ്യേണ്ടി വരും? ഈ പറയുന്ന ചാർജിന് വർക്ക് ചെയ്യേണ്ടി വരും. ആ ചെയ്യുന്ന വർക്കാണ് അവിടുത്തെ എന്തെന്ന് പറയുന്നത്? വോൾട്ടേജ് എന്ന് പറയുന്നത്. ഞാൻ ഇതിനെ R1 എന്ന് വിളിച്ചു. ഈ റെസിസ്റ്റൻസിന് ഞാൻ എന്ത് വിളിച്ചു? R1. ആദ്യത്തെ റെസിസ്റ്റൻസ് എന്നറിയാം, R1 എന്ന് വിളിച്ചു. എങ്കിൽ ഇവിടെ ചെയ്യേണ്ടി വരുന്ന വർക്കാണ് V1. ഇതുവഴി ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ അളവിന് നമുക്ക് എന്ത് വിളിക്കാം? I1 എന്ന് വിളിക്കാം. ഇനി ഇതേ ചാർജ് പോയിട്ട് എന്ത് ചെയ്യാണ്? മറ്റൊരു റെസിസ്റ്റൻസായ R2നെ ഓവർകം ചെയ്യുക. നിങ്ങൾ ആലോചിക്കണം, ഈ പറയുന്ന ചാർജിന് വോൾട്ടേജ് എവിടെ നിന്നാണ് കിട്ടിയത്? ഈ ബാറ്ററിയിൽ നിന്നാണ് കിട്ടിയത്. ആ കിട്ടിയതിൻ്റെ ഒരു പങ്ക് എവിടെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞു? R1നെ ഓവർകം ചെയ്യാൻ വേണ്ടി വർക്കായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള കഴിവ് വെച്ചിട്ടല്ലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? R2നെ ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ, ആണോ അല്ലേ? അപ്പോൾ R2 ചെയ്ത വർക്ക് എന്ന് പറയുന്ന V2, ഇതുവഴി ഫ്ലോ ചെയ്ത കറണ്ടും I2 ആണല്ലോ. എന്നിട്ട് തിരിച്ച് ഈ ചാർജ് തിരിച്ച് എവിടെ എത്തി? നമ്മുടെ ബാറ്ററിയിലോട്ട് എത്തി. അപ്പോൾ നോക്കിയോ, ഒരു ബാറ്ററി ഉണ്ട്, അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. പോസിറ്റീവിന് കറണ്ട് വരുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിച്ചോ. അപ്പോൾ ഇവിടെ വരുന്നു, ഇതുവഴി I എന്ന കറണ്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. I എന്ന കറണ്ട് എന്ന് വെച്ചാൽ ഈ ചാർജ് പോകുന്ന കറണ്ട് I. ഈ കറണ്ട് ഫ്ലോ ചെയ്യുന്നു, എവിടെ എത്തുന്നു? ആദ്യം R1 എന്ന റെസിസ്റ്റൻസിലെത്തുന്നു. അതിനെ ഓവർകം ചെയ്യാൻ അത് തടസ്സമാണ്. തടസ്സം ഓവർകം ചെയ്യാൻ വർക്ക് ചെയ്യുന്നു. ആ വർക്ക് V1 എന്ന രീതിയിൽ അവിടെ സ്പെൻഡ് ആകുന്നു. I1 എന്ന കറണ്ടാണ് അവിടെ ഫ്ലോ ചെയ്തതെന്ന് നമ്മൾ പറയുന്നു. ഇനി അതേ കറണ്ട് ശ്രദ്ധിക്കണേ, അതേ ചാർജ് തന്നെയാണ് എവിടെ എത്തുന്നത്? R2 എത്തുന്നത്. പക്ഷേ അവിടെ ചെയ്ത വർക്ക് എന്താണ്? V2 ആണ്. അത് V1ന് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. കാരണം എന്താണ്? V1 ചെയ്തപ്പോഴത്തേക്കും തന്നെ എൻ്റെ കുറേ എനർജി ചാർജ് വർക്ക് അല്ല എനർജി നഷ്ടപ്പെട്ടു. ബാക്കിയുള്ള എനർജി കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? V2 വർക്ക് ചെയ്യുന്നത്. അത് ഒരിക്കലും എന്ത് വരത്തില്ല? V1ൻ്റെ അത്രയും വരത്തില്ല. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ I1 എന്ന അതേ കറണ്ട് തന്നെയാണ് എവിടെ എത്തുന്നത്? I2 എത്തുന്നത്, ആണോ അല്ലേ? കാരണം ആലോചിച്ച് നോക്കിയേ, ഇവിടെ വേറെ വഴി വല്ലതും ഉണ്ടോ കറണ്ടിന് പോകാനായിട്ട്? ഇല്ല. ഈ Q എന്ന ചാർജ് തന്നെയാണ് ഇവിടെ വന്നത്. അവൻ തന്നെയാണ് ഇവിടെ വർക്ക് ചെയ്തത്. അവൻ തന്നെയാണ് ഇവിടെ എത്തിയത്. അപ്പോൾ I എന്ന് പറഞ്ഞാൽ ചാർജാണ് അല്ലേ? I ഈസ് ഈക്വൽ ടു എന്താണ്? I ഈസ് ഈക്വൽ ടു എന്താണ്? ചാർജ് ഫ്ലോയിങ് പെർ യൂണിറ്റ് ടൈം അല്ലേ? അപ്പോൾ I എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? സമയത്തിനനുസരിച്ച് ഫ്ലോ ചെയ്യുന്ന Q തന്നെയാണ്. അപ്പോൾ അതേ കറണ്ട് തന്നെയാണ് ഇവിടെ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ പറയാൻ പറ്റും, ഒരു സീരീസ് കണക്ഷനാണ് എടുക്കുന്നതെങ്കിൽ അവിടെ ഓരോ കമ്പോണൻറ്റിൽ കൂടെ പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റും? സെയിം ആണെന്ന് പറയാൻ പറ്റും. പറ്റൂലേ? പറ്റും. പക്ഷേ വോൾട്ടേജ് എന്ന് പറയുന്നത് സെയിം ആണോ? അല്ല. വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? അത് ഡിഫറൻ്റ് ആണ്. എന്തുകൊണ്ടാണ് ഡിഫറൻ്റ് ആയത്? ആദ്യത്തെ ആൾക്ക് കിട്ടിയ അത്രയും വോൾട്ടേജ് രണ്ടാമത്തെ ആൾക്ക് കിട്ടണമെന്നില്ല. അതായത് ആദ്യത്തെ, ഞാൻ നേരത്തെ എക്സാമ്പിളും പറഞ്ഞു, ആദ്യത്തെ ബൾബ് കത്തിയ അത്രയും ബ്രൈറ്റ്നസ്സിൽ രണ്ടാമത്തെ ബൾബ് കത്തണമെന്ന് ഇല്ല. കാരണം എനർജി സ്പെൻഡ് ചെയ്തു. എനർജി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ തന്നെ ആലോചിച്ച് നോക്കി, നമ്മൾ നടന്നു പോവുകയാണ്, നമ്മുടെ മുമ്പിൽ ഒരു തടസ്സമുണ്ട്, ഒരു മതിൽ കെട്ടി വെച്ചേക്കാന്ന് വിചാരിക്കാം. ഈ മതിൽ നമ്മൾ കയറി ചാടും. അപ്പോൾ തന്നെ നമ്മൾ ക്ഷീണിക്കും അല്ലേ? എന്നിട്ട് അതേ നമ്മുടെ അടുത്ത് പോയിട്ട് രണ്ടാമത്തെ മതിൽ ചാടാൻ പറഞ്ഞാൽ ആദ്യത്തെ മതിൽ ചാടി അതേ ഊർജ്ജത്തിൽ ചാടാൻ പറ്റുമോ? ഇല്ല, പറ്റൂല. ഇവിടെ അത് തന്നെയാണ് ലോജിക്ക്. അതാണ് ഇവിടെ പറയുന്നത്. എന്താണ്? സീരീസ് കണക്ഷനിൽ കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? സെയിം ആണ്. പക്ഷേ വോൾട്ടേജ് എന്ന് പറയുന്നത് ഓരോ കമ്പോണൻറ്റും കിട്ടുന്നത് ഓരോന്നാണ്. അത് ഡിഫറൻ്റ് ആണ്, ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മളത് ചോദിക്കുകയാണ്, ഇവിടുത്തെ മൊത്തം വോൾട്ടേജ് എത്രയാണെന്ന് ചോദിക്കുകയാണ്. ഇവിടുത്തെ മൊത്തം വോൾട്ടേജ് എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. നോക്കിയേ, ഈ ബാറ്ററിയാണ് വോൾട്ടേജ് കൊടുക്കുന്നത്. ആ വോൾട്ടേജ് V ആണ്. ആ വോൾട്ടേജിൻ്റെ ഒരു ഭാഗമാണ് V1 എന്ന് പറഞ്ഞ് R1ന് കിട്ടിയത്. അതിൻ്റെ ഒരു ഭാഗമാണ് V2 എന്ന് പറഞ്ഞ് ആർക്ക് കിട്ടിയത്? R2നും കിട്ടിയത്. ഇത് രണ്ടിൻ്റെ സമ്മാണ് V എന്ന് പറയുന്നത്, ആണല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പോവുകയാണ്. നോക്കിയേ, നമുക്കറിയാം ഓംസ് ലോ അനുസരിച്ച് V എന്ന് പറഞ്ഞാൽ എന്താണ്? I × R ആണ്. അപ്പോൾ ക്യാപിറ്റൽ V എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ I × ക്യാപിറ്റൽ R. അതാ ഈ Iയും ഇവിടുത്തെ Vയും. ഓക്കെ, ഈ I ഇവിടുത്തെ R. ഇനി V1 എന്ന് വെച്ചാൽ അപ്പോൾ എന്തായിരിക്കും? അത് I1 R1 ആയിരിക്കും. V2 എന്ന് വെച്ചാൽ എന്തായിരിക്കും? അത് I2 R2 ആയിരിക്കും. പക്ഷെ നമുക്കറിയാം സീരീസ് കോമ്പിനേഷനിൽ കറണ്ട് സെയിം ആണ്. അതായത് ഞാൻ I1 എന്ന് പറഞ്ഞാലും I2 എന്ന് പറഞ്ഞാലും I എന്ന് പറഞ്ഞാലും എല്ലാം എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതി. എന്താണ്? IR ഈസ് ഈക്വൽ ടു I1ന് വരെ എന്ത് കൊടുത്താൽ മതി? I × R1 എന്ന് കൊടുത്താൽ മതി. I2ന് വരെ എന്ത് കൊടുത്താൽ മതി? I × R2 എന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഈക്വൽ ടുവിൻ്റെ ഇടതുവശത്തും വലതുവശത്തും I കോമൺ. അപ്പോൾ നമ്മൾ Iനെ പുറത്ത് എടുക്കുന്നു. I × R ഈസ് ഈക്വൽ. Iനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ആര് ബാക്കിയുണ്ട്? R1 ഉണ്ട്. പിന്നെ എന്തുകൊണ്ട്? ഒരു പ്ലസ് ഉണ്ട്. ഇവിടുന്ന് I പുറത്ത് പോയാൽ പിന്നെ ആരുണ്ട്? R2 ഉണ്ട്. ഇനി നോക്ക്, സീരീസ് കോമ്പിനേഷനിൽ കറണ്ട് സെയിം അല്ലേ? അപ്പോൾ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള Iനെ നമുക്ക് വെട്ടിക്കളഞ്ഞൂടെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നമുക്കിവിടെ കിട്ടും R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? R1 + R2 എന്ന് കിട്ടും. ഇതാണ് സീരീസ് കോമ്പിനേഷനിൽ ഉണ്ടാകുന്ന ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്? ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇത് കാണാതെ പഠിച്ച് വെച്ചോളാം. അപ്പോൾ സംശയം വന്നല്ലേ, ഇയാളിത് എന്താ പറയുന്നതെന്ന്. ഇത് വേറൊന്നുമില്ല.
നമ്മളിങ്ങനെ ഒന്നിന് പുറകെ ഒന്നായിട്ട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടു ആദ്യത്തെ ആൾക്ക് കൂടുതൽ പവർ കിട്ടും, വോൾട്ടേജ് കിട്ടുന്നു, രണ്ടാമത്തെ ആൾക്ക് കുറച്ച് കിട്ടുന്നുള്ളൂ. അപ്പോൾ അതെന്താ കാരണം? അത് റെസിസ്റ്റൻസിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ് അല്ലേ. അതായത് സീരീസായി നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുകയാണ്? കൂടുകയാണ്. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുകയാണ്? കൂടുകയാണ്. അതായത് വെൻ റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് ദി ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് ദി സർക്യൂട്ട് ഇൻക്രീസസ്. എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അങ്ങനെയുള്ള ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസിൻ്റെ സം ആയിരിക്കും. അതായത് ആർ എന്ന് പറഞ്ഞാൽ R1 പ്ലസ് എന്തായിരിക്കും? R2. ഇതാണ് സീരീസ് കണക്ഷനിൽ നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. ഇതാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്, സീരീസ് കണക്ഷനിൽ പഠിക്കാനായിട്ട് ഉള്ളത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവഴി ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. പക്ഷേ വോൾട്ടേജ് രണ്ടുപേർക്കും തുല്യമായിട്ട് കിട്ടത്തില്ല. ആദ്യത്തെ ആൾക്ക് കൂടുതലായിരിക്കാം, അടുത്ത ആൾക്ക് കുറവായിരിക്കാം. സോ വ്യത്യാസമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാവുന്നുള്ളൊരു കാര്യം, ഓരോരുത്തർക്കും കിട്ടിയ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ കൊടുത്ത ആരാണ്? ബാറ്ററിയാണ്. അപ്പോൾ ബാറ്ററി കൊടുത്ത വോൾട്ടേജ് ആണ് V1 എന്നും V2 എന്നും പറഞ്ഞ് കിട്ടിയേക്കുന്നത്. അപ്പോൾ V1നെ V2നെ കൂട്ടിയാൽ നമുക്ക് V കിട്ടും. അപ്പോൾ മാത്തമാറ്റിക്കലി നമ്മളിവിടെ ഒരു റിലേഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ ഈ നടന്നത്. അപ്പോൾ നമുക്കറിയാം എന്താണ് മൊത്തം വോൾട്ടേജ്, അല്ലെങ്കിൽ ഓരോ ആൾക്ക് കിട്ടിയ V1ഉം V2ഉം കൂട്ടിയാൽ എന്താണ്? അത് ബാറ്ററി കൊടുത്ത വോൾട്ടേജ് ആണ്. കാരണം ബാറ്ററി ആണല്ലോ ഇവിടെ കറണ്ട് കൊടുക്കുന്ന ആൾ. അപ്പോൾ നമ്മൾ അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി. ഓംസ് ലോ അനുസരിച്ച് V എന്ന് പറഞ്ഞാൽ I/R അല്ലേ? അതെ. അപ്പോൾ V1 എന്ന് വെച്ചാൽ I1R1 അല്ലേ? അതെ. V2 എന്ന് വെച്ചാൽ I2R2 അല്ലേ? അതെ. പക്ഷേ സീരീസ് കണക്ഷനിൽ I സെയിം അല്ലേ? അതുകൊണ്ട് നമ്മൾ I1 എന്ന് പറഞ്ഞാലും I2 എന്ന് പറഞ്ഞാലും അത് I തന്നെയല്ലേ? കാരണം ഇതേ കറണ്ട് തന്നെയല്ലേ R1ന് കിട്ടുന്നതും R2ന് കിട്ടുന്നതും. അതുകൊണ്ട് നമ്മൾ Iനെ കോമൺ ആയിട്ട് എടുത്തിട്ട് എന്ത് ചെയ്തു? വെട്ടിക്കളഞ്ഞു. അപ്പോൾ നമുക്ക് കിട്ടി മൊത്തം റെസിസ്റ്റൻസ് R എന്ന് പറഞ്ഞാൽ അത് R1ൻ്റെ R2ൻ്റെ സമ്മാണ്. അങ്ങനെയാണ് നമ്മളിത് ഈ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ഇവിടെ എത്തിയത്. എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തായിരിക്കും? അത് സം ഓഫ് റെസിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ച് നമുക്ക് ചോദ്യങ്ങൾ ചെയ്യാനായിട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. നമുക്ക് ചോദ്യം ചെയ്യാനായിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 8 ohm 4 ohm resistors ആൻഡ് 6 volt ബാറ്ററി ആർ പ്രൊവൈഡഡ്. നിങ്ങളുടെ കയ്യിൽ 8 ഓമും 4 ഓമും ഉള്ള 2 റെസിസ്റ്റേഴ്സും 6 വോൾട്ട് ബാറ്ററിയും തന്നു കഴിഞ്ഞാൽ ഡ്രോ എ സർക്യൂട്ട് ഡയഗ്രാം ഇൻ വിച്ച് ദീസ് റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ്. അങ്ങനെയാണെങ്കിൽ ഇത് വെച്ചൊരു സീരീസ് കണക്ഷൻ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? നമ്മുടെ ബാറ്ററി എടുക്കുകയാണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ്റെ ഉത്തരമാണ് ഞാനിവിടെ എഴുതാൻ പോകുന്നത്. നമ്മൾ ആദ്യം ബാറ്ററി എടുക്കുന്നു, അതിന് പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ വയർ എടുക്കുന്നു. ഈ വയർ എടുക്കുമ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ നിങ്ങൾ സ്കെയിലൊക്കെ ഇട്ട് വൃത്തിക്ക് വേണം വരയ്ക്കാൻ കേട്ടോ, അല്ലെങ്കിൽ എന്ത് ചെയ്യത്തില്ല? മാർക്ക് കിട്ടത്തില്ല. ഇവിടുന്ന് ടച്ച് ചെയ്ത് നമ്മൾ ലൈൻ വരച്ചു. ഓക്കെ, എന്നിട്ട് നമ്മൾ മുകളിലോട്ട് എടുത്തു. എന്നിട്ട് നമ്മൾ ആദ്യം ആരെ കണക്ട് ചെയ്തു? 8 ഓം റെസിസ്റ്ററിനെ കണക്ട് ചെയ്തു. എന്നിട്ട് ആ കണക്ഷനിൽ നിന്ന് അടുത്ത് നമ്മൾ എടുത്തിട്ട് ആരെ കണക്ട് ചെയ്തു? 4 ഓമിനെ കണക്ട് ചെയ്തു. എന്നിട്ട് തിരിച്ച് എന്ത് ചെയ്തു? ഇതാ കൊണ്ടുവന്ന് കൊടുത്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ തന്നിട്ടുള്ളതൊക്കെ എടുത്ത് എഴുതുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഇവിടെ നമ്മൾ 6 വോൾട്ട് ബാറ്ററി ആണെന്നുള്ളത് 6 വോൾട്ട് എന്ന് എഴുതി. അതിനകത്തോട്ട് സർക്യൂട്ട് അകത്ത് എഴുതണ്ട. 6 വോൾട്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 8 ഓം. ഇതെന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ഓം നമ്മൾ എഴുതി. കറണ്ട് പോകുന്ന ഡയറക്ഷനൊക്കെ കാണിച്ചു. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു സ്വിച്ച് കൂടെ എന്ത് ചെയ്യാം? കണക്ട് ചെയ്യാം. കണക്ട് ചെയ്യാം, ഇരിക്കട്ടെ. ഒരു സ്വിച്ചും കൂടെ നമുക്ക് കണക്ട്. ഓക്കെ, അപ്പോൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കറണ്ട് ഫ്ലോ നടക്കും. സർക്യൂട്ട് ഡയഗ്രാം വരച്ചു, മാർക്ക് കിട്ടി. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് ദി സർക്യൂട്ട്. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ അതിന് തന്നിട്ടുള്ളതൊക്കെ എടുത്ത് എഴുതണം. നമുക്ക് തന്നിട്ടുണ്ട് R1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 8 ഓം ആണെന്നും R2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 4 ഓം ആണെന്നും തന്നിട്ടുണ്ട്. ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത് 6 വോൾട്ട് ആണെന്നും നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ കയ്യിലുള്ള ഫോർമുല എന്താണ്? നമുക്കറിയാം, ഒരു സീരീസ് കണക്ഷനിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് R1 പ്ലസ് R2 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R1 8 ആണ്, പ്ലസ് R2 എത്രയാണ്? 4 ആണ്. അപ്പോൾ 8 പ്ലസ് 4 എത്രയാണ്? 12 ഓം ആണ് ഇവിടുത്തെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സി പാർട്ട് ചോദിച്ചിട്ടുള്ളൂ, കാൽക്കുലേറ്റ് ദ കറണ്ട് ഇൻ ദ സർക്യൂട്ട്. അപ്പോൾ കറണ്ട് കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെയാണ് കറണ്ട് കണ്ടുപിടിക്കുക? അവിടെ മൊത്തം കൺഫ്യൂഷനാണ് അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ളത് വെച്ചിട്ട് നമ്മുടെ കയ്യിലിപ്പോൾ എന്തൊക്കെയാണ് ഉള്ളത്? നമ്മുടെ കയ്യിലിപ്പോൾ വോൾട്ടേജ് നമുക്കറിയാം. നമുക്ക് രണ്ടുപേരും കൂടി ചേർന്ന് മൊത്തത്തിൽ ഈ സർക്യൂട്ടിൽ കൊടുക്കുന്ന ഇഫക്റ്റീവ് റെസിസ്റ്റൻസും അറിയാം. ഇവിടെ മനസ്സിലായി എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ എന്താണെന്ന്? ഇവനും കൂടെ ചേർന്നിട്ട് ഈ സർക്യൂട്ടിൽ കൊടുക്കുന്ന റെസിസ്റ്റൻസ് ആണ് എന്തെന്ന് പറയുന്നത്? ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. അപ്പോൾ അതും അറിയാം. നമ്മളത് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ളത് എന്താണ്? കറണ്ടാണ്. അപ്പോൾ കറണ്ടും വോൾട്ടേജും റെസിസ്റ്റൻസും തമ്മിൽ ബന്ധപ്പെടുന്ന ഒരു നിയമം നമ്മൾ പഠിച്ചു.
ആ നിയമത്തിൻ്റെ പേരെന്തായിരുന്നു? അതാണ് ഓംസ് ലോ. അപ്പോൾ ഓംസ് ലോ അനുസരിച്ച് നമുക്കറിയാം വി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് I ഇൻറ്റു ആർ ആണ്. ഈ ആർ എന്ന് പറയുന്നത് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ആയിട്ട് വേണം എടുക്കാൻ, മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ നമുക്കിത് കണ്ടുപിടിക്കാനുള്ളത് I ആണ്. അപ്പോൾ ഇതിൽ നിന്ന് I എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ ട്രയാങ്കിളൊക്കെ വരച്ചൊന്ന് പഠിപ്പിച്ചു തന്നതാണ്. I എന്ന് വെച്ചാൽ എന്താണത്? അത് V ബൈ ആർ ആണ്. V ബൈ ആർ ആണ്. അപ്പോൾ നമുക്കിവിടെ V എന്ന് വെച്ചാൽ എത്രയാണ്? V നമുക്ക് 6 ആണ്. ബൈ നമുക്ക് റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ എത്രയാണ്? 12 ആണ്. എത്രയാണ്? 12 ആണ്. അപ്പോൾ 6/12 6/12 എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണത്? അത് 0.5 ആംപിയർ ആണ്. അപ്പോൾ എന്ത് ഇതുവഴി ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 0.5 ആംപിയർ ആണ് ഇവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? മനസ്സിലായോ? അപ്പോൾ ഇതാണ് നമ്മുടെ കേസ് എന്ന് പറയും. അപ്പോൾ ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. വെൻ 10 resistors of 2 ohm are connected in series, what is the effective resistance? അപ്പോൾ നമ്മളത് പറഞ്ഞേക്കാണ്, നമ്മളതിൽ 2 ഓം റെസിസ്റ്റൻസ് വരുന്ന 10 റെസിസ്റ്റേഴ്സ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരുടെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണെന്ന്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ സിമ്പിൾ മാർഗ്ഗമുണ്ട്. ആ മാർഗ്ഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പറയുന്നുണ്ട്. ആ മാർഗ്ഗം എന്താണ് നോക്കിയേ. നമ്മുടെ കയ്യിൽ n നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് തന്നിരിക്കുകയാണ്. ഓരോന്നിൻ്റെയും റെസിസ്റ്റൻസ് 6 വീതമാണെങ്കിൽ അവരുടെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് n ഇൻറ്റു ആറാണ്. എന്തുവാണ്? n ഇൻറ്റു ആറാണ്. കൺഫ്യൂഷൻ ആയി കാണും അല്ലേ? ഇവിടെ നോക്കിയോ എന്താ പറഞ്ഞേക്കുന്നത്. നമ്മുടെ കയ്യിൽ ഓക്കെ 2 ഓം വരുന്ന 1 2 3 4 5 6 7 8 9 10 ഓക്കെ. R1 2 3 4 5 6 7 8 9 10 എണ്ണം തന്നിട്ട് നമ്മുടെ ഒരു സർക്യൂട്ട് കൊടുത്തിട്ട് ഇവരെല്ലാവരും കൂടെ ചേർന്ന് കൊടുക്കുന്ന ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയെന്ന് ചോദിച്ചേക്കാണ്. അപ്പോൾ ഇതിൻ്റെ ബേസിക് ഫോർമുല വരേണ്ടത് എന്താണ്? R ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3 പ്ലസ് എക്സെട്ര പ്ലസ് R10 എന്നാണ്. അപ്പോൾ ഇത്രയും എണ്ണി കൂട്ടുന്നതിനേക്കാളും ബുദ്ധിയല്ലേ എന്ത് ചെയ്താൽ മതി? എല്ലാം ഒരേ വാല്യൂ അല്ലേടാ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? അവർ മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. ഇവിടെ അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഉണ്ടെങ്കിലുള്ള ഫോർമുല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ n ഇൻറ്റു ആർ. ഇവിടെ ഈ n എന്ന് വെച്ചാൽ എത്രയാണ്? നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ്. അതിവിടെ എത്രയാണ്? 10 എണ്ണം ഉണ്ട്. ഇൻറ്റു ആർ എന്ന് വെച്ചാൽ ഒരു റെസിസ്റ്ററിൻ്റെ വാല്യൂ എത്രയാണ്? അത് 2 ആണ്. 10 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? അത് 20 ആണ്. അപ്പോൾ 20 ഓം ആണ് എന്ത് ഇവർ 3 പേരും കൂടെ കൊടുക്കുന്ന ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോൾ അതാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ചോദ്യം നോക്കാം. ഹൗ മെനി റെസിസ്റ്റേഴ്സ് ഓഫ് 6 ഓം ഈച്ച് ഷുഡ് ബി കണക്റ്റഡ് ഇൻ സീരീസ് ടു ഗെറ്റ് എ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് 42 ഓം? എന്ന് വെച്ചാൽ നോക്കിയേ, നമ്മുടെ കയ്യിൽ ഓക്കെ 6 ഓമിൻ്റെ കുറേ റെസിസ്റ്റേഴ്സ് ഉണ്ട്. നമ്മുടെ കയ്യിൽ ഞാൻ ഇങ്ങോട്ട് എഴുതാം. നമ്മുടെ കയ്യിൽ 6 ഓം റെസിസ്റ്റൻസ് വരുന്ന കുറേ റെസിസ്റ്റേഴ്സ് ഉണ്ട്. ശരി, ഇവരെല്ലാവരെയും കൂടി ചേർത്ത് എത്രയും നമുക്കറിയില്ല. ഇവരെല്ലാവരെയും കൂടി ചേർത്ത് ഞാൻ ഒരു ബാറ്ററി കൊടുത്തപ്പോൾ ഇവരെല്ലാവരും കൂടി ചേർന്ന് തന്ന ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന 42 ഓം ആണെങ്കിൽ ഇവിടെ എത്ര എണ്ണമാണ് ഞാൻ കണക്ട് ചെയ്തതെന്നാണ് ചോദ്യം. അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കാൻ ലോജിക്ക് മാത്രം മതി. നമുക്കറിയാമെന്നുള്ളൊരു കാര്യം എന്താണ്? ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? n ഇൻറ്റു ആറിന് ഈക്വലാണ്. അപ്പോൾ ഈ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് ഈ തന്നിട്ടുള്ള എന്തെന്ന് പറയുന്നത്? 42 എന്ന് പറയുന്നത്. അതായത് 42 എന്ന് പറയുന്നതാണ് ഈക്വൽ ടു n ഇൻറ്റു ആർ. എത്ര? ഒരു റെസിസ്റ്ററിൻ്റെ വാല്യൂ അത് എത്രയാണ്? 6 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന് n കണ്ടുപിടിച്ചൂടെ? എങ്ങനെ കണ്ടുപിടിക്കാം? 42/6 എത്രയാണ്? 42/6 എത്രയാണ്? 42/6 7ആണ്. സോ 7 റെസിസ്റ്റേഴ്സ് ഞാനിങ്ങനെ 1 by 1 ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആയിട്ട് എത്ര കിട്ടുന്നത്? 42 ഓം കിട്ടുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഇത്രയും കാര്യമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് പാരലൽ കോമ്പിനേഷൻ പഠിക്കണം. അതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവും. അപ്പോൾ ഇത് നിങ്ങൾ നല്ലോണം പഠിച്ചിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം? പാരലൽ കോമ്പിനേഷനെ പറ്റി പഠിക്കാം. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ് നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.